ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലോക്സഭ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ. ഇപ്പം നടന്നത് എത്രാമത്തെ ലോക്സഭ ഇലക്ഷനാണെന്ന് കൂട്ടുകാർക്കറിയാമോ? 18ാം ലോക്സഭ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. 7 ഘട്ടങ്ങളിലായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ നീളുന്ന 7 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൻ്റെ ഫലം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് ജൂൺ 4, 2024 നമ്മുടെ ഇന്ത്യയിൽ ആകെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണമാണ് 543. അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് ജയിച്ച പാർട്ടിയാണ് NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. 292 സീറ്റുകളിലാണ് അവർ വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഫുൾ ഫോം നമ്മളൊന്ന് പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം. എന്താണ്? ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ്. ഈ ഇന്ത്യ മുന്നണി 234 മണ്ഡലങ്ങളിലാണ് ജയിച്ചത്, മറ്റുള്ളവർ 17. അപ്പോൾ NDA സഖ്യം എത്ര സീറ്റുകളിലാണ് ജയിച്ചത്? കൂട്ടുകാർ പറയൂ. 292 സീറ്റുകളിൽ. ഇന്ത്യ സഖ്യമോ 234 സീറ്റുകളിൽ. മറ്റുള്ളവരോ 17 സീറ്റുകളിൽ. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ പറയൂ, ഇന്ത്യയിൽ ആകെ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? അത് തന്നെ, 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇനി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? നമുക്കെല്ലാവർക്കും അറിയാം. എത്രയാണ്? 20 എണ്ണമാണ്. കൂടുതൽ സീറ്റ് നേടി വിജയിച്ച പാർട്ടി UDF ആണ്. 18 സീറ്റുകളിലാണ് അവർ വിജയിച്ചത്. NDA 1 സീറ്റിലും LDF 1 സീറ്റിലുമാണ് വിജയിച്ചിട്ടുള്ളത്. രണ്ടും ഓരോ സീറ്റുകൾ വീതമാണ് വിജയിച്ചിട്ടുള്ളത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്? നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ പോയതല്ലേ കൂട്ടുകാരെ? ഒന്ന് ഓർത്തു നോക്കിയേ, കേരളത്തിൽ എന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്? അതന്നെ, 26 ഏപ്രിൽ 2024 രണ്ടാം ഘട്ടത്തിലാണ്. 7 ഘട്ടങ്ങളിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ എന്നായിരുന്നു കൂട്ടുകാരെ? ഒന്നുകൂടെ ഉച്ചത്തിൽ പറയൂ. ഏപ്രിൽ 26, 2024 നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടന്നത്. എത്രാം ഘട്ടത്തിലായിരുന്നു ഇലക്ഷൻ നടന്നത്? രണ്ടാം ഘട്ടത്തിലാണ് ഇലക്ഷൻ നടന്നത്. കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് കൂട്ടുകാരെ? അതുതന്നെ, മലപ്പുറം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വോട്ടറുള്ളതും എവിടെയായിരിക്കും? മലപ്പുറം. അപ്പോൾ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതായിരിക്കും കൂട്ടുകാരെ? അത് തന്നെ, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയായിരിക്കും ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്. പറഞ്ഞു, അത് തന്നെ, വയനാട്. ഇനി കേരളത്തിൽ എത്ര ശതമാനം വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്? 71.16% വോട്ടാണ് കേരളത്തിൽ പോൾ ചെയ്തത്. കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലം ഏതാണ് കൂട്ടുകാരെ? കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലം പറഞ്ഞോളൂ. വടകര. ഏതാണ്? വടകര. കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലം ഏതാണ്? വടകര. എത്ര ശതമാനം പോളിംഗ് ആണ് അവിടെ നടന്നത്? 78.08% പോളിംഗ് ആണ് വടകരയിൽ നടന്നത്. കുറവ് പോളിംഗ് നടന്നത് എവിടെയാണ്? ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് പറയൂ കൂട്ടുകാരെ. ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് എവിടെയാണ്? പത്തനംതിട്ട. എവിടെയാണ്? പത്തനംതിട്ട. എത്ര ശതമാനം പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ നടന്നത്? 63.35% പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ നടന്നത്. അപ്പോൾ കൂട്ടുകാർ പറയൂ, ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എവിടെയാണ്? ഉറക്കെ പറയൂ. വടകര. എവിടെയാണ്? വടകര. ഏറ്റവും കുറവ് എവിടെയാണ്? പറയൂ. പത്തനംതിട്ട. കേരളത്തിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണ് കൂട്ടുകാരെ? എത്ര ശതമാനം വോട്ടാണ്? പറയൂ. 71.16% വോട്ടാണ് കേരളത്തിൽ പോൾ ചെയ്തത്.
ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് കൂട്ടുകാരെ? ഏറ്റവും കൂടുതൽ മലപ്പുറം. ഏതാണ്? മലപ്പുറം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ് കൂട്ടുകാരെ? വയനാട്. ഏതാണ്? വയനാട്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ആർക്കാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പറയൂ കൂട്ടുകാരെ, ആരാണ്? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അദ്ദേഹത്തിന് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി വിജയിച്ച സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിക്ക് ആകെ കിട്ടിയ വോട്ട് 6,47,445 വോട്ടുകളാണ് ആകെ കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3,64,422. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് എത്ര ഭൂരിപക്ഷമാണ് കിട്ടിയത്? 3,64,422. ഉറക്കെ പറയൂ കൂട്ടുകാരെ, ഉറക്കെ പറയൂ. എത്രയാണ്? 3,64,422 ഭൂരിപക്ഷമാണ് കിട്ടിയത്. വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. കേരളത്തിൽ ഇനി ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടിയത് ആരാണ് കൂട്ടുകാരെ? നമ്മളെയെല്ലാം മുൾമുനയിൽ നിർത്തിച്ച ഒരു മണ്ഡലമല്ലേ ആറ്റിങ്ങൽ മണ്ഡലം. അവിടെ ആരായിരുന്നു? അടൂർ പ്രകാശിനാണ് ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത്. എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്? ഉറക്കെ പറയൂ കൂട്ടുകാരെ, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്? 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. വെറും 684 ഭൂരിപക്ഷം. അപ്പോൾ ഉറക്കെ പറയൂ കൂട്ടുകാരെ, ഉറക്കെ പറയൂ. എത്രയാണ് അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം? എത്രയാണ്? 684. ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയതാണ് അടൂർ പ്രകാശ്. എവിടെ നിന്നാണ് അദ്ദേഹം ജയിച്ചത്? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. കേരളത്തിൽ നിന്നും ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച BJP സ്ഥാനാർത്ഥി ആരാണ് കൂട്ടുകാരെ? നമ്മളെ എല്ലാവരെയും ആവേശത്തിലാക്കിയിരുന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പല്ലായിരുന്നോ? അപ്പോൾ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന തിരഞ്ഞെടുപ്പല്ലേ? പറയൂ. ആരാണ്? സുരേഷ് ഗോപിയാണ്. ആരാണ്? സുരേഷ് ഗോപിയാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് എത്ര വോട്ടുകളാണ് കിട്ടിയത്? 4,12,338 വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. പറയൂ കൂട്ടുകാരെ, ഉറക്കെ പറയൂ കൂട്ടുകാരെ. എത്ര വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ആകെ കിട്ടിയത്? 4,12,338. 4,12,338. 4,12,338. അദ്ദേഹം എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്? പറയൂ കൂട്ടുകാരെ, ഉറക്കെ പറയൂ കൂട്ടുകാരെ. 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. എത്രയാണ് കൂട്ടുകാരെ? ഉറക്കെ പറയൂ കൂട്ടുകാരെ. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഏത് മണ്ഡലമായിരുന്നു? തൃശ്ശൂർ മണ്ഡലമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വിജയിച്ചത് ആരാണ്? ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? വയനാടാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാണ്? ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലം. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥി ആരാണ്? സുരേഷ് ഗോപിയാണ്. അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് കൂട്ടുകാരെ വിജയിച്ചത്. ഇനി അടുത്തൊരു ചോദ്യം. ഒരേ മണ്ഡലത്തിൽ 10 തവണ മത്സരിച്ച് 8 തവണയും ജയിച്ച് റെക്കോർഡ് നേടിയ ആ സ്ഥാനാർത്ഥി ആരാണ്? ഒരേ മണ്ഡലത്തിൽ 10 തവണ മത്സരിച്ച് 8 തവണയും ജയിച്ച് റെക്കോർഡ് നേടിയ ആ സ്ഥാനാർത്ഥി ആരാണ്? കൊടിക്കുന്നിൽ സുരേഷാണ്. ആരാണ് കൂട്ടുകാരെ? കൊടിക്കുന്നിൽ സുരേഷാണ്. ഒരേ മണ്ഡലത്തിൽ 10 തവണ മത്സരിച്ച് 8 തവണയും ജയിച്ച റെക്കോർഡ് നേടിയ ആ സ്ഥാനാർത്ഥി ആരാണ് കൂട്ടുകാരെ? കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ഏത് മണ്ഡലത്തിലാണ് മത്സരിച്ചത്? ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്?
ആ മാവേലിക്കര മണ്ഡലത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അടുത്തതായി മൂന്നാം മോഡി സർക്കാരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പ്രധാനമന്ത്രി എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? പറയൂ കൂട്ടുകാരെ, പ്രധാനമന്ത്രി എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ജൂൺ 9, 2024 പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാണ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്? ജൂൺ 9, 2024. സത്യവാചകം ചൊല്ലിക്കൊടുത്തതാരാണ്? പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതാരാണ്? നമുക്കെല്ലാവർക്കും അറിയാം ആരാണ്? രാഷ്ട്രപതിയാണ്. ആരാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി? ദ്രൗപദി മുർമു ആണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി. ആരാണ്? ദ്രൗപദി മുർമു. ഉറക്കെ പറയൂ കൂട്ടുകാരെ, ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി? ദ്രൗപദി മുർമു ആണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എവിടെയാണ് കൂട്ടുകാരെ? സത്യപ്രതിജ്ഞ ചടങ്ങ് എവിടെയാണ്? രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. എന്താണ് കൂട്ടുകാരെ പറഞ്ഞത്? ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ആരാണ്? പറയൂ കൂട്ടുകാരെ, ഉറക്കെ പറയൂ കൂട്ടുകാരെ. ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. ഇനി അടുത്തത്, ഘടകകക്ഷികളിൽ നിന്നും ക്യാബിനറ്റ് പദം ലഭിച്ച 5 പേരുണ്ട്. ഘടകകക്ഷികളിൽ നിന്നും ക്യാബിനറ്റ് മന്ത്രിപദം ലഭിച്ച 5 പേരുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 HD കുമാരസ്വാമി. ആരാണ് 1? HD കുമാരസ്വാമി. 2 ജിതിൻ റാം മാഞ്ചി. ഒന്നാമത്തത് ആരാണ്? HD കുമാരസ്വാമി. 2 ആരാണ്? ജിതിൻ റാം മാഞ്ചി. 3 ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. എന്താണ്? ലാലൻ സിംഗ്. എന്താണ്? ലാലൻ സിംഗ്. അടുത്ത 4-ാമത്തത് ആരാണ്? റാം മോഹൻ നായിഡു. ആരാണ്? റാം മോഹൻ നായിഡു. അടുത്ത 5-ാമത് ആരാണ്? ചിരാഗ് പസ്വാൻ. ആരാണ്? ചിരാഗ് പസ്വാൻ. അപ്പം 5 പേരാണ് ഘടകകക്ഷികളിൽ നിന്നും ക്യാബിനറ്റ് മന്ത്രിപദം ലഭിച്ചവർ. 5 പേരാണ്. ആരൊക്കെയാണ് കൂട്ടുകാരെ? ഒന്നുകൂടെ പറയൂ, ഉറക്കെ പറയൂ. ആരൊക്കെയാണ്? 1 HD കുമാരസ്വാമി. ആരാണ്? HD കുമാരസ്വാമി. 2 ജിതിൻ റാം മാഞ്ചി. 3 രാജീവ് രഞ്ജൻ സിംഗ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ലാലൻ സിംഗ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര്? ലാലൻ സിംഗ്. അടുത്ത റാം മോഹൻ നായിഡു. 4-ാമത്തത് ആരാണ്? റാം മോഹൻ നായിഡു. ആരാണ്? റാം മോഹൻ നായിഡു. അടുത്ത 5-ാമത്തത് ആരാണ്? ചിരാഗ് പാസ്വാൻ. ആരാണ്? ചിരാഗ് പാസ്വാൻ. അപ്പോൾ ഒന്നുകൂടെ പറയൂ കൂട്ടുകാരെ, ഉറക്കെ പറയൂ കൂട്ടുകാരെ. 1 HD കുമാരസ്വാമി. 2 ജിതിൻ റാം മാഞ്ചി. 3 രാജീവ് രഞ്ജൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ലാലൻ സിംഗ്. 4-ാമത്തത് റാം മോഹൻ നായിഡു. 5-ാമത്തത് ചിരാഗ് പാസ്വാൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മന്ത്രിസഭയിലെ പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മന്ത്രിസഭയിലെ പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു. ആരാണ്? കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു. ആരാണ്? കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു. അദ്ദേഹത്തിന് 37 വയസ്സാണ്. എത്ര വയസ്സാണ്? 37 വയസ്സാണ്. അദ്ദേഹം വ്യോമയാന മന്ത്രിയാണ്. ആരാണ്? വ്യോമയാന മന്ത്രിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? കിഞ്ഞരാപ്പു റാം മോഹൻ നായിഡു. എന്താണ്? കിഞ്ഞരാപ്പു റാം മോഹൻ നായിഡു. അദ്ദേഹം വ്യോമയാന മന്ത്രിയാണ്. ഇനി നമുക്ക് ഈ ലോക്സഭയിലെ വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ച് നോക്കാം. ഈ ലോക്സഭയിലെ, അതായത് ഇത് എത്രാമത്തെ ലോക്സഭയാണെന്നാണ് കൂട്ടുകാരെ പറഞ്ഞത്? പറയൂ കൂട്ടുകാരെ, എത്രാമത്തെ ലോക്സഭയാണ്? 18ാമത്തെ ലോക്സഭയാണ്. 18ാമത്തെ ലോക്സഭയിൽ 74 വനിതകളാണ് കൂട്ടുകാരെ. 74 വനിതാ സാന്നിധ്യമാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് നമ്മുടെ ആകെ ലോക്സഭയുടെ എത്ര ശതമാനമാണ് കൂട്ടുകാരെ?
13.6% വനിതകൾ. 13.6% വനിതകളാണ് ഈ 18ാം ലോക്സഭയിലുള്ളത്. എത്ര പേരാണ് കൂട്ടുകാരെ? 74 പേരാണ്. 74 വനിതകളാണ്. 17ാം ലോക്സഭയിൽ ഇത് 78 17ാം ലോക്സഭയിൽ എത്രയായിരുന്നു? 78. 16ാം ലോക്സഭയിൽ എത്രയായിരുന്നു വനിതാ പ്രാതിനിധ്യം? 62 പേരായിരുന്നു. 16ാം ലോക്സഭയിൽ 62 പേരായിരുന്നു. 17ാം ലോക്സഭയിൽ 78 പേരായിരുന്നു. 18ാം ലോക്സഭയിൽ, അതായത് ഈ ലോക്സഭയിൽ 74 വനിതകളാണ് കൂട്ടുകാരെ. 74 വനിതകൾ. അത് നമ്മുടെ ലോക്സഭയുടെ 13.6% കൂട്ടുകാരെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കൂട്ടുകാരെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി ആരാണ്? എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മുകേഷ് ദലാൽ ആണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം മത്സരിച്ച മണ്ഡലമാണ് സൂറത്ത് മണ്ഡലം. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലം. ഏതാണ് കൂട്ടുകാരെ? സൂറത്ത് മണ്ഡലം. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് മുകേഷ് ദലാൽ. അദ്ദേഹം മത്സരിച്ചത് എവിടെ നിന്നാണ് കൂട്ടുകാരെ? സൂറത്ത് മണ്ഡലത്തിൽ നിന്നാണ്. സൂറത്ത് മണ്ഡലത്തിൽ, അതായത് സൂറത്ത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തില് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക അസാധുവായതിനെ തുടർന്നാണ് അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മുകേഷ് ദലാൽ. ഏത് മണ്ഡലമാണ് കൂട്ടുകാരെ? ഉറക്കെ പറയൂ. സൂറത്ത്. ഏത് മണ്ഡലമാണ്? സൂറത്ത്. അടുത്തത് നമുക്ക് കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചൊന്ന് പരിചയപ്പെടാം കൂട്ടുകാരെ. കേന്ദ്ര മന്ത്രിസഭ. നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ നോക്കാം. പ്രധാനമന്ത്രി. രണ്ടാമത്തത് ക്യാബിനറ്റ് മന്ത്രിമാർ. എത്ര ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്? 30 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ. 5 പേരാണ്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ എത്ര പേരാണ്? 5 പേരാണ്. സഹമന്ത്രിമാർ 36 പേരാണ്. സഹമന്ത്രിമാർ എത്രയാണ്? 36 പേരാണ്. സഹമന്ത്രിമാർ എത്ര പേരാണ്? 36 പേരാണ്. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾ? പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ എത്ര പേരുണ്ട് കൂട്ടുകാരെ? 30 പേരാണ്. ക്യാബിനറ്റ് മന്ത്രിമാർ എത്ര പേരുണ്ട് കൂട്ടുകാരെ? 30 പേരാണ്. അടുത്തത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ. എത്രയാണ്? 5 പേരാണ്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ എത്ര പേരാണ് കൂട്ടുകാരെ? 5 പേരാണ്. സഹമന്ത്രിമാരോ? എത്ര പേരാണ് കൂട്ടുകാരെ? 36 പേരാണ് സഹമന്ത്രിമാർ. ഇനി 18ാം ലോക്സഭയിലെ മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 18ാം ലോക്സഭയിലെ മലയാളികൾ ആരൊക്കെയാണ്? സുരേഷ് ഗോപി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ കേരളത്തിൽ നിന്നും വിജയിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം, എത്ര ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് കൂട്ടുകാരെ? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഒന്ന് ഓർത്തു നോക്കിയേ. എത്ര ഭൂരിപക്ഷത്തിലാണ്? 74,686 ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. നമ്മുടെ 18ാം ലോക്സഭയിലെ സഹമന്ത്രിയാണ് ആര്? സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? സുരേഷ് ഗോപിക്ക് കിട്ടിയ വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം എന്നീ 3 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? എന്നിട്ട് പറയൂ കൂട്ടുകാരെ. ഉറക്കെ പറയൂ. സുരേഷ് ഗോപിക്ക് കിട്ടിയ വകുപ്പുകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? പറയൂ. പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം. എന്നീ 3 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. ഇനി അടുത്തൊരു മലയാളി ഉണ്ടല്ലോ കൂട്ടുകാരെ. അതാരാണ് കൂട്ടുകാരെ? ജോർജ് കുര്യൻ. ഇദ്ദേഹത്തിന് കിട്ടിയ വകുപ്പുകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. 4 വകുപ്പുകളാണ് ജോർജ് കുര്യന് കിട്ടിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് കൂട്ടുകാര്? ഉറക്കെ പറയൂ കൂട്ടുകാരെ. ഏതൊക്കെയാണ്? ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. അപ്പം നമ്മുടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ
വകുപ്പുകൾ ഏതൊക്കെയായിരുന്നു കൂട്ടുകാരെ? ഓർത്ത് നോക്കി, ഏതൊക്കെയായിരുന്നു? ഉറക്കെ പറയൂ. പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം എന്നീ 3 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. അപ്പോൾ ജോർജ് കുര്യന് കിട്ടിയ വകുപ്പുകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഉറക്കെ പറയൂ കൂട്ടുകാരെ, ഉറക്കെ പറയൂ. ഏതൊക്കെയാണ്? ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലെ സഹമന്ത്രിമാരാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് ക്യാബിനറ്റ് മന്ത്രിമാർ ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം. ശ്രീ രാജ്നാഥ് സിംഗ് ആരാണ്? പ്രതിരോധ മന്ത്രിയാണ്. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി. ശ്രീ അമിത് ഷാ ആഭ്യന്തരമന്ത്രി സഹകരണ മന്ത്രി. ശ്രീ നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ്. അപ്പോൾ 3 മന്ത്രിമാരെ നമ്മൾ പരിചയപ്പെട്ടു. ഒന്നാമത്തത് ആരാണ്? പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ആരാണ് കൂട്ടുകാരെ? രാജ്നാഥ് സിംഗ്. ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയും ആരാണ് കൂട്ടുകാരെ? അമിത് ഷായാണ്. അമിത് ഷാ. റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ് കൂട്ടുകാരെ? നിതിൻ ഗഡ്കരി. ആരാണ് കൂട്ടുകാരെ? നിതിൻ ഗഡ്കരി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി സഹകരണ മന്ത്രിയും അമിത് ഷായാണ്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. അടുത്ത നോക്കൂ കൂട്ടുകാരെ, ശ്രീമതി നിർമ്മല സീതാരാമൻ ധനമന്ത്രിയാണ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രിയാണ്. ശ്രീമതി നിർമ്മല സീതാരാമൻ ധനമന്ത്രിയാണ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രിയാണ്. അടുത്തത് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രിയാണ്, കർഷകക്ഷേമ മന്ത്രിയാണ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു വകുപ്പുകളുണ്ട്, ഗ്രാമവികസനം. ഏതാണ്? ഗ്രാമവികസനം. ശിവരാജ് സിംഗ് ചൗഹാൻ ഏത് മന്ത്രിയാണ്? കൃഷിമന്ത്രിയാണ്, കർഷകക്ഷേമ മന്ത്രിയാണ്, ഗ്രാമവികസന മന്ത്രിയാണ്. അടുത്തത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ഏത് വകുപ്പാണ്? വിദേശകാര്യ മന്ത്രിയാണ്. അപ്പോൾ പറയൂ കൂട്ടുകാരെ, നമ്മുടെ ധനമന്ത്രി ആരാണ്? ശ്രീമതി നിർമ്മല സീതാരാമനാണ്. അടുത്ത നമ്മുടെ കർഷകക്ഷേമ മന്ത്രി ആരാണ്? കർഷകക്ഷേമ മന്ത്രി ആരാണ്? ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ. ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ സുബ്രഹ്മണ്യം ജയശങ്കർ ഏതാണ്? ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യ മന്ത്രിയാണ്. അദ്ദേഹം ഏതാണ്? വിദേശകാര്യ മന്ത്രിയാണ്. അപ്പോൾ നിർമ്മല സീതാരാമൻ ധനമന്ത്രിയാണ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രിയാണ്. ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രിയാണ്, കർഷകക്ഷേമ മന്ത്രിയാണ്, ഗ്രാമവികസന മന്ത്രിയാണ്. സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യ മന്ത്രിയാണ്. അടുത്ത നോക്കാം, ശ്രീ ജഗത് പ്രകാശ് നദ്ദ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ്, അതുപോലെ തന്നെ രാസവള മന്ത്രിയുമാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ്, രാസവള മന്ത്രിയാണ്. അടുത്ത ശ്രീ മനോഹർ ലാൽ ഏതൊക്കെയാണ് അദ്ദേഹത്തിനുള്ള വകുപ്പുകൾ? ഭവന മന്ത്രിയാണ്, നഗരകാര്യ മന്ത്രിയാണ്, വൈദ്യുതി മന്ത്രിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ശ്രീ മനോഹർ ലാൽ ഏതൊക്കെയാണ്? ഭവന മന്ത്രിയാണ്, നഗരകാര്യ മന്ത്രിയാണ്, വൈദ്യുതി മന്ത്രിയാണ്. ശ്രീ HD കുമാരസ്വാമി ഘനവ്യവസായ മന്ത്രിയാണ്, സ്റ്റീൽ മന്ത്രിയാണ്. അപ്പോൾ ശ്രീ ജഗത് പ്രകാശ് നദ്ദ ഏതൊക്കെയായിരുന്നു? ആരോഗ്യം, കുടുംബക്ഷേമ മന്ത്രി, രാസവള മന്ത്രിയുമാണ്. അതുപോലെ തന്നെ ഭവന മന്ത്രി, നഗരകാര്യ മന്ത്രി, വൈദ്യുതി മന്ത്രി എന്നീ ചുമതലകൾ ആർക്കാണ്? ശ്രീ മനോഹർ ലാലിനാണ്. അതുപോലെ ഘനവ്യവസായ മന്ത്രി, സ്റ്റീൽ മന്ത്രി ആരാണ്? ശ്രീ HD കുമാരസ്വാമിയാണ്. അടുത്തത് നോക്കാം, ശ്രീ പീയൂഷ് ഗോയൽ ഏതാണ്? വാണിജ്യ വ്യവസായ മന്ത്രിയാണ്. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഏതാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ്. അടുത്തത് ശ്രീ ജിതിൻ റാം മാഞ്ചി ഏതാണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ മന്ത്രിയാണ്. അപ്പോൾ വാണിജ്യ വ്യവസായ മന്ത്രി ആരായിരുന്നു കൂട്ടുകാരെ? വാണിജ്യ വ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയലാണ്. വ്യവസായ മന്ത്രി ആരാണ്? വ്യവസായ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. ആരാണ്? ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ മന്ത്രി ആരാണ്? ശ്രീ ജിതിൻ റാം മാഞ്ചിയാണ്. ആരാണ്? ശ്രീ ജിതിൻ റാം മാഞ്ചി. അടുത്തത് നോക്കാം, ശ്രീ രാജീവ് രഞ്ജൻ സിംഗ്
എന്ന ലാൽ സിംഗ് ആരാണ്? പഞ്ചായത്തി രാജ് മന്ത്രിയാണ്. കൂടാതെ ഫിഷറീസ് ഉണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാണ്. അടുത്തത് ശ്രീ സർബാനന്ദ സോനോവാൾ ആരാണ്? ശ്രീ സർബാനന്ദ സോനോവാൾ തുറമുഖ മന്ത്രിയാണ്, ഷിപ്പിംഗ് മന്ത്രിയാണ്, ജലപാത മന്ത്രിയാണ്. തുറമുഖ മന്ത്രിയാണ്, ഷിപ്പിംഗ് മന്ത്രിയാണ്, ജലപാത മന്ത്രിയാണ്. അടുത്തത് ഡോക്ടർ വീരേന്ദ്രകുമാർ. ഡോക്ടർ വീരേന്ദ്രകുമാർ ഏതാണ്? സാമൂഹിക നീതിയാണ്, ശാക്തീകരണ മന്ത്രിയാണ്. സാമൂഹിക നീതിയും ശാക്തീകരണ മന്ത്രിയും ആരാണ് കൂട്ടുകാരെ? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. അപ്പോൾ ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാൽ സിംഗ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? പഞ്ചായത്തി രാജുണ്ട്, ഫിഷറീസ് ഉണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസനമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? പഞ്ചായത്തി രാജ് ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസന വകുപ്പുകളുണ്ട്. അടുത്തത് ശ്രീ സർവാനന്ദ സോനോവാൾ ഏതാണ് കൂട്ടുകാരെ? ശ്രീ സർവാനന്ദ സോനോവാൾ തുറമുഖമുണ്ട്, ഷിപ്പിംഗ് ഉണ്ട്, ജലപാതയുണ്ട്. തുറമുഖമുണ്ട്, ഷിപ്പിംഗ് ഉണ്ട്, ജലപാതയുണ്ട്. അതുപോലെ തന്നെ വീരേന്ദ്രകുമാർ, ഡോക്ടർ വീരേന്ദ്രകുമാറിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? സാമൂഹിക നീതിയും ശാക്തീകരണവുമാണ്. സാമൂഹിക നീതിയും ശാക്തീകരണവുമാണ്. അടുത്തത് നോക്കാം. ശ്രീ കിഞ്ഞരാപ്പു രാംമോഹൻ നായിഡു. ശ്രീ കിഞ്ഞരാപ്പു രാംമോഹൻ നായിഡു വ്യോമയാന മന്ത്രിയാണ്. വ്യോമയാന മന്ത്രി. എന്ത് മന്ത്രി? വ്യോമയാന മന്ത്രി. ശ്രീ കിഞ്ഞരാപ്പു രാംമോഹൻ നായിഡുവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന എന്താണ് കൂട്ടുകാരെ? ഒന്ന് ഓർത്ത് പറഞ്ഞേ. എന്താണ് കൂട്ടുകാരെ? മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആരാണ്? ശ്രീ കിഞ്ഞരാപ്പു രാംമോഹൻ നായിഡു. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാണ് കൂട്ടുകാരെ? ഉറക്കെ പറയൂ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാണ്? വ്യോമയാന മന്ത്രി. വ്യോമയാന മന്ത്രി. അടുത്ത നോക്കിയേ, ശ്രീ പ്രഹ്ലാദ് ജോഷി. ശ്രീ പ്രഹ്ലാദ് ജോഷിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ഉപഭോക്തൃകാര്യ വകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി. കൂടാതെ അദ്ദേഹത്തിന് വേറൊരു വകുപ്പ് കൂടെ ഉണ്ട്. എന്താണ്? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രിയാണ്. ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രിയാണ്. ഏതൊക്കെയാണ്? ഉപഭോക്തൃകാര്യ, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയാണ്. കൂടാതെ ഏതാണ്? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രിയാണ്. അടുത്ത ശ്രീ ജുവൽ ഓറം. ശ്രീ ജുവൽ ഓറം ഏതാണ്? ആദിവാസ്യകാര്യ മന്ത്രിയാണ്. ഏതാണ്? ആദിവാസ്യകാര്യ മന്ത്രിയാണ്. അപ്പം നമ്മൾ 3 പേരുടെ പേര് പറഞ്ഞു. ആരൊക്കെയാണ്? ശ്രീ കിഞ്ഞരാപ്പു രാംമോഹൻ നായിഡു വ്യോമയാന മന്ത്രിയാണ്. ശ്രീ പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി. കൂടാതെ അദ്ദേഹത്തിന് ഒരു വകുപ്പ് കൂടെ ഉണ്ട്, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രി. ശ്രീ ജുവൽ ഓറം ആദിവാസ്യകാര്യ മന്ത്രി. ശ്രീ ജുവൽ ഓറം ആദിവാസ്യകാര്യ മന്ത്രിയാണ്. അടുത്തത് നോക്കാം. ശ്രീ ഗിരിരാജ് സിംഗ്. ശ്രീ ഗിരിരാജ് സിംഗ് എന്ത് മന്ത്രിയാണ്? ടെക്സ്റ്റൈൽ മന്ത്രിയാണ്. ടെക്സ്റ്റൈൽ മന്ത്രിയാണ്. അടുത്തത് ശ്രീ അശ്വിനി വൈഷ്ണവ്. ശ്രീ അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയാണ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയാണ്. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ? റെയിൽവേ മന്ത്രിയാണ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയാണ്. അടുത്തത് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ഏതാണ്? വാർത്താവിനിമയ മന്ത്രിയാണ്. വടക്കു കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രിയും കൂടിയാണ്. വാർത്താവിനിമയ മന്ത്രിയാണ്, വടക്കു കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രിയാണ്. അപ്പോൾ ശ്രീ ഗിരിരാജ് സിംഗ് എന്തായിരുന്നു? ടെക്സ്റ്റൈൽ മന്ത്രിയായിരുന്നു. ശ്രീ അശ്വിനി വൈഷ്ണവോ റെയിൽവേ മന്ത്രിയാണ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി കൂടിയാണ്. ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയ മന്ത്രിയാണ്, വടക്കു കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രി കൂടിയാണ് അദ്ദേഹം. അടുത്തത് നോക്കാം. ശ്രീ ഭൂപേന്ദ്ര യാദവ്. ശ്രീ ഭൂപേന്ദ്ര യാദവ് എന്തൊക്കെ മന്ത്രിയാണ് കൂട്ടുകാരെ? പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രിയാണ്. ഏതൊക്കെയാണ്? പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രിയാണ് ശ്രീ ഭൂപേന്ദ്ര യാദവ്. അടുത്തത് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഏതൊക്കെ മന്ത്രിയാണ് കൂട്ടുകാരെ?
സാംസ്കാരിക മന്ത്രിയാണ്, ടൂറിസം മന്ത്രിയാണ്. സാംസ്കാരിക മന്ത്രിയാണ്, ടൂറിസം മന്ത്രിയാണ്. അടുത്തത് ശ്രീമതി അന്നപൂർണ ദേവി. ശ്രീമതി അന്നപൂർണ ദേവി ഏത് വകുപ്പാണ്? വനിതാ ശിശു വികസന മന്ത്രി. ഏതാണ്? വനിതാ ശിശു വികസന മന്ത്രി. അപ്പോൾ ശ്രീ ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രിയാണ്. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക മന്ത്രിയാണ്, ടൂറിസം മന്ത്രിയാണ്. ശ്രീമതി അന്നപൂർണ ദേവി ഏതാണ്? വനിതാ ശിശു വികസന മന്ത്രിയാണ്. വനിതാ ശിശു വികസന മന്ത്രി. അടുത്ത നോക്കാം കൂട്ടുകാരെ, ശ്രീ കിരൺ റിജിജു പാർലമെന്ററി കാര്യ മന്ത്രിയാണ്, ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ്. ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ്. അടുത്തത് ശ്രീ ഹർദീപ് സിംഗ് പുരി ഏതാണ്? പെട്രോളിയം പ്രകൃതിവാദ മന്ത്രിയാണ്. അടുത്തത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഏത് മന്ത്രിയാണ് കൂട്ടുകാരെ? തൊഴിൽ യുവജനകാര്യ കായിക മന്ത്രിയാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അപ്പോൾ ഏതൊക്കെയാണ്? ശ്രീ കിരൺ റിജിജു പാർലമെന്ററി കാര്യ മന്ത്രിയാണ്, ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ്. ശ്രീ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയാണ്. അടുത്തത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനകാര്യ മന്ത്രിയാണ്. അടുത്ത നോക്കാം കൂട്ടുകാരെ, ശ്രീ കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രി, ഖനി മന്ത്രി. ശ്രീ കിഷൻ റെഡ്ഡി എന്ത് മന്ത്രിയാണ്? കൽക്കരി മന്ത്രി, ഖനി മന്ത്രി. ശ്രീ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ്. അടുത്തത് ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രിയാണ്. എന്ത് മന്ത്രി? ജലശക്തി മന്ത്രിയാണ്. ശ്രീജി കിഷൻ റെഡ്ഡി കൽക്കരി മന്ത്രിയാണ്, ഖനി മന്ത്രിയാണ്. ശ്രീ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ്. അതുപോലെ തന്നെ ശ്രീ സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രിയാണ്. എന്ത് മന്ത്രിയാണ്? ജലശക്തി മന്ത്രിയാണ്. കൂട്ടുകാരെ, അടുത്തത് നമുക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെ പറ്റി നോക്കാം. എത്ര പേരായിരുന്നു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ? പറയൂ കൂട്ടുകാരെ. 5 പേരാണ്. എത്ര പേരാണ്? 5 പേരാണ്. അപ്പോൾ നമുക്കത് ആരൊക്കെയാണ്, അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ശ്രീ അർജുൻ റാം മേഘ്വാൾ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? നിയമം, നീതിന്യായം, പാർലമെന്ററി കാര്യം. ശ്രീ അർജുൻ റാം മേഘ്വാൾ. അടുത്തത് ശ്രീ റാവു ഇന്ദർജിത് സിംഗ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്താണ്? സ്ഥിതിവിവരക്കണക്ക്, അതുപോലെ തന്നെ പ്രോഗ്രാം നടപ്പാക്കൽ, ആസൂത്രണം, സംസ്കാരം. ഏതൊക്കെയാണ് ശ്രീ റാവു ഇന്ദർജിത് സിംഗിൻ്റെ വകുപ്പുകൾ? സ്ഥിതിവിവരക്കണക്ക്, പ്രോഗ്രാം നടപ്പാക്കൽ, ആസൂത്രണം, സംസ്കാരം. അടുത്തത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഏതാണ്? ശാസ്ത്ര സാങ്കേതികം, ഭൂമിശാസ്ത്രം, പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്, ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്. ഡോക്ടർ ജിതേന്ദ്ര സിംഗിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ശാസ്ത്ര സാങ്കേതികം, ഭൂമിശാസ്ത്രം, പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്, ആണവോർജ വകുപ്പ്, അതുപോലെ തന്നെ ബഹിരാകാശ വകുപ്പ്. അടുത്ത നോക്കാം. ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആയുഷ്, ആരോഗ്യ, കുടുംബക്ഷേമം. ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു എന്താണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്? ആയുഷ്, ആരോഗ്യ, കുടുംബക്ഷേമം. അടുത്ത നോക്കാം കൂട്ടുകാരെ, ശ്രീ ജയന്ത് ചൗധരി സ്കിൽ ഡെവലപ്മെൻറ്റ്, സംരംഭകത്വം, വിദ്യാഭ്യാസം. അപ്പം 3 അപ്പോൾ ശ്രീ ജയന്ത് ചൗധരിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? സ്കിൽ ഡെവലപ്മെൻറ്റ്, സംരംഭകത്വം, വിദ്യാഭ്യാസം എന്നീ 3 വകുപ്പുകളാണ്. കൂട്ടുകാരെ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരമാവധി കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ക്വസ്റ്റ്യൻ മിനിറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻ മിനിറ്റ്സ് എന്നാൽ
ഈ ടോപ്പിക്കിൽ നിന്നും ഞാൻ നിങ്ങളോട് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്. ആരും കള്ളത്തരം കാണിക്കരുത്, സത്യസന്ധമായി മാത്രം മറുപടി പറയുക. നിങ്ങളതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബുക്കുകൾ ക്ലോസ് ചെയ്യുക, മടക്കി വയ്ക്കുക, എന്നിട്ട് സ്ക്രീനിൽ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മാത്രം മറുപടി പറയുക. ആരും ബുക്ക് തുറന്ന് നോക്കാൻ പാടില്ല. നിങ്ങളുടെ ഉത്തരം തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ എന്തു തന്നെയാണെങ്കിലും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്ത ഉത്തരവും നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ഉത്തരവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 18ാം ലോക്സഭയിൽ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? രണ്ടാമത്തെ ചോദ്യം, മലയാളിയായ സുരേഷ് ഗോപി, സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? അദ്ദേഹം വഹിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ ചോദ്യം, ഒരേ മണ്ഡലത്തിൽ 10 തവണ മത്സരിച്ച് 8 തവണയും ജയിച്ച് റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ്? അടുത്ത നാലാമത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭ 2024 ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? ലാസ്റ്റ് ചോദ്യം, 18ാം ലോക്സഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? നിങ്ങൾ എഴുതിയിരിക്കുന്ന 5 ഉത്തരവും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.